ഗായികനെ ഇവിടെ സ്പോട്ട്ലൈറ്റിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ ഒരു പാട്ട് പാടിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? നല്ലൊരു പാട്ടിലൊക്കെ തുടങ്ങിയാലോ? ചാർലിയിലെ പാട്ട് വെച്ച് തുടങ്ങിയാലോ? യെസ്, ഷൂട്ട്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈനീട്ടുമോ ഇതുവരെ നീ കിനാവിനോരത്തെ പൂവേ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പൂവേ. ഇത് 2 വേർഷൻ ഉണ്ട് ഇതേ പാട്ട് ചാർലിയില്. ഒന്ന് ശ്രേയ ഘോഷാൽ പാടിയിട്ടുണ്ട്, പിന്നെ ദിവ്യം പാടിയിട്ടുണ്ട്. ദിവ്യക്ക് ഇഷ്ടപ്പെട്ട വേർഷൻ ഏതാ? എനിക്ക് ശ്രേയ ഘോഷാൽ ഭയങ്കര ഇഷ്ടമാണ്, ശ്രേയജീനെ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടം. പക്ഷെ ഒരേ സോങ് നമ്മൾ രണ്ടുപേരും പാടുമ്പോൾ നുണ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും നമ്മളെ തന്നെ കൂടുതൽ ഇഷ്ടം. അതെ അതെ, അതുകൊണ്ട് ഈ ഒരു പാട്ട് എനിക്ക് എന്റെ വേർഷൻ ഇഷ്ടം. ഇപ്പൊ ഇനിയുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ കലി റിലീസായി, അതിന് നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഹായ്, ഞാൻ ദിവ്യാസ്മിനൻ. ആൾക്കാരെന്നെ കൂടുതൽ അറിയുന്നത് എൻ്റെ പാട്ടുകളിലൂടെയാണ്. ബാംഗ്ലൂർ ഡേയ്സിലെ മാംഗല്യം തന്തുനാനേന, പിന്നെ ചാർലിയിലെ പുതുമഴയായി ആൻഡ് ലേറ്റസ്റ്റ് കലിയിലെ വാർത്തിങ്കളി എന്ന ഗാനങ്ങൾ പറയുമ്പോഴാണ് കൂടുതലും ആൾക്കാർക്ക് എന്നെ അറിയുക. ഈ ആഴ്ച റേഡിയോ മാംഗോയിലെ സ്പോട്ട് ലൈറ്റിൽ ഞാനുണ്ട് ശാലിനിക്കൊപ്പം.